നല്ല മരണങ്ങൾ, നല്ല അന്ത്യം, നല്ല നിലക്കുള്ള യാത്രാമൊഴി. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ഭാഗ്യമുണ്ടായവർ. ഇമാം അബൂ ദാവൂദ് റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇമാം ഹാക്കിം തങ്ങൾ മുസ്തദ്റക്കിൽ, ഹദീസുൻ സ്വഹീഹുൽ ഇസ്നാദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നഹ്. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അയാൾക്ക് സ്വർഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വർഗത്തിലാണെന്നതിന്റെ പ്രത്യക്ഷമായ അടയാളമാണ്. ഒരാളത് ചൊല്ലുന്നത് ആരും കേട്ടില്ല എന്ന് വിചാരിക്കുക, ആള് നരകത്തിലാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചൊല്ലിയാൽ അത് പ്രത്യക്ഷത്തിൽ നമുക്കൊരു റാഹത്താണ്, അത് ഉറപ്പാണ്, നമുക്കൊരു അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റും. അങ്ങനെയാണ്, അത് ഒരു നല്ല ലക്ഷണമാണ്. കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അല്ലാഹു തൗഫീഖ് നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യമുണ്ടായാൽ ഇൻഷാ അല്ലാഹ് അതൊരു നല്ല ലക്ഷണമാണ്. രണ്ടാമത്തേത് അൽ മൗതു ബിറഷ്ഹിൽ ജബീൻ, നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിഞ്ഞുകൊണ്ട് മരിക്കാൻ കഴിയുന്നവർ, അത് നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ബുറൈദത്ത് ബിനുൽ ഹുസൈബ് റളിയല്ലാഹു തആല അൻഹു ഖുറാസാനിൽ ജീവിക്കുമ്പോ അവരുടെ ഒരു സഹോദരനെ കാണാൻ ചെന്നപ്പോ മരണനേരത്ത്, സഹോദരൻ മരിക്കാൻ പോകുന്ന നേരത്ത് സഹോദരന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് പൊടിയുന്നുണ്ട്. ഫഇദാ ഹുവ യഅറഖു ജബീനുഹു. ബുറൈദത്ത് ബിൻ ഹുസൈബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് പൊടിയുന്നത് കണ്ടപ്പോൾ അദ്ദേഹം കണ്ടുകൊണ്ട് പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അഷ്റഫുൽ ഖൽഖ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൗതുൽ മുഅ്മിനി ബിഅർഖിൽ ജബീൻ, മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്നത് നെറ്റി വിയർത്തുകൊണ്ടാണെന്ന് ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ബുറൈദത്ത് ബിനുൽ ഹുസൈബ് റളിയല്ലാഹു തആല അൻഹു തന്റെ സഹോദരൻ മരിക്കുമ്പോൾ നെറ്റിയിൽ വിയർപ്പ് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണത്, മൗതുൽ മുഅ്മിനി ബിഅർഖിൽ ജബീൻ, മുഅ്മിനായ മനുഷ്യന്റെ മരണം നെറ്റിയിലെ നല്ല വിയർപ്പ് കൊണ്ടാണ്, വിയർപ്പോടുകൂടെയാണ്. അല്ലാഹു മുഅ്മിനായ മനുഷ്യന് നൽകുന്നൊരു സൗഭാഗ്യമാണ്. ഈ ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ഹക്കീം എന്നവർ മുസ്തദ്റക്കിൽ വസഹഹു അലാ ശർത്തി മുസ്ലിം, ഇമാം ത്വയാലിസി, ഇമാം നസായി, ഇമാം തുർമുദി, ഇമാം ഇബ്നു മാജ ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. നെറ്റിയിൽ വിയർപ്പോടുകൂടെ മരിക്കുന്നത് നല്ല ഒരു മരണത്തിന്റെ അടയാളമാണ്. മൂന്നാമത്തേത് വെള്ളിയാഴ്ച രാത്രിയിലോ വെള്ളിയാഴ്ച പകലിലോ മരിക്കാനുള്ള ഭാഗ്യം, അത് നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅതി ഔ ലൈലത്തിൽ ജുമുഅതി ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നതൽ ഖബ്രി. ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ വെള്ളിയാഴ്ച രാത്രിയിലോ വെള്ളിയാഴ്ച പകലിലോ മരിച്ചാൽ അല്ലാഹു ആ മനുഷ്യനെ ഖബറിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അസ്തമിച്ച്, അതാണ് വെള്ളിയാഴ്ച രാത്രി. വെള്ളിയാഴ്ച ഇതിപ്പോ ശനിയാഴ്ച രാവാണ്, വെള്ളിയാഴ്ച കഴിഞ്ഞു, വെള്ളിയാഴ്ചന്റെ പകല് ആ സൂര്യ അസ്തമിക്കുന്നതോടുകൂടെ കഴിഞ്ഞു. അപ്പോ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചതിന്റെ ശേഷം വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഇടയിലായിട്ട് മരിക്കാൻ ഭാഗ്യമുള്ളവർ നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തേത് അൽ ഇസ്തിഷ്ഹാദു ഫീ സാഹത്തിൽ ഖിതാലി, മുസ്ലിമീങ്ങളോ അമുസ്ലിമീങ്ങളായ ആളുകളോ തമ്മിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ മുസ്ലിം സൈന്യം, ഇസ്ലാമിക ഗവൺമെന്റിനടുത്താണ് അത് ബാധകം, മുസ്ലിം സൈന്യം അമുസ്ലിം സൈന്യവുമായി നടത്തുന്ന യുദ്ധത്തിൽ മരണം സംഭവിക്കുന്നത് ഷഹീദാണ്. ശുഹദാഇന്റെ പ്രതിഫലം ഭയങ്കരമാണ്. ലിശ്ശഹീദ് ഇൻദല്ലാഹി സിത്തു ഖിസാൽ, ഷഹീദിന് അല്ലാഹുവിന്റെ അടുത്ത് 6 ഗുണങ്ങളുണ്ട്. യുഗ്ഫറു ലഹു ഫി അവ്വലി ദുഫഅത്തിൻ മിൻ ദമിഹി, രക്തം വീഴുന്ന ആദ്യത്തെ വീഴ്ചയിൽ തന്നെ, രക്തം പൊടിയുമ്പോഴേക്കും അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. വയറാ മഖഅദഹു മിനൽ ജന്നഹ്, കാണാൻ പോകുന്ന സ്വർഗ്ഗത്തിൽ ഇരിപ്പിടം കണ്ടുകൊണ്ടാണ് ഷഹീദ് മരിക്കുന്നത്. വയുജാറു മിൻ അദാബിൽ ഖബ്രി, ഖബറിന്റെ അദാബ് ഷഹീദിനില്ലെന്നും റസൂലുള്ളാഹി. വയഅമനുൽ ഫസഅൽ അക്ബർ, ഖിയാമത്ത് നാളിലെ വലിയ ആ പേടി, ഖബറിൽ കിടക്കുന്ന, ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള പേടി ഷഹീദിനില്ലെന്നും റസൂലുള്ളാഹി.
വയുഹല്ലാ ഹില്യതൽ ഈമാൻ, ഈമാനിന്റെ വസ്ത്രം അവർക്ക് അണിയിക്കപ്പെടുമെന്നും റസൂലുള്ളാഹ്. വയുസവ്വജു മിനൽ ഹൂറിൽ ഈൻ, ഹൂറുൽ ഈനുകളെ അവർക്ക് വിവാഹം ചെയ്യപ്പെടും. വയശ്ഫഉ ഫീ 70 ഇൻസാനൻ മിൻ അഖാരിബിഹി, തന്റെ കുടുംബത്തിലെ 70ഓളം ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാനും ഒരു ഷഹീദിന് അവസരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഷഹീദുകൾ ഈ ഉമ്മത്തിൽ ഒരുപാടുണ്ട്, ഷഹീദുകൾ ഒരുപാടുണ്ട്. ശുഹദാ ഉമ്മത്തി കസീർ, എന്റെ സമൂഹത്തിലെ ശുഹദാക്കൾ ഒരുപാടുണ്ട്. വഇൻ അക്സറ ശുഹദാഇ അസ്ഹാബുൽ ഫുർഷി, എന്റെ ശുഹദാക്കളിൽ അധിക പേരും വിരിപ്പിൽ കിടന്ന് മരിക്കുന്നവരാണെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ കാഫിരീങ്ങളുമായുള്ള യുദ്ധത്തിൽ മരിക്കുന്ന ശുഹദാ എന്റെ ഉമ്മത്തിൽ വളരെ കുറവാണ്. കാരണം ഇസ്ലാമിക രാജ്യങ്ങൾ, ഇസ്ലാമിക ഗവൺമെന്റുകൾ ആ രാജ്യങ്ങൾക്കെതിരെ, ഇസ്ലാമിക സൊസൈറ്റികൾക്കെതിരെ, അവരുടെ ഫ്രീഡത്തിനെതിരെ, അവരുടെ പ്രോപ്പർട്ടിക്കെതിരെ ഒക്കെ കുഫറിന്റെ സൈന്യം യുദ്ധം ചെയ്യുമ്പോൾ തമ്മിലുള്ള യുദ്ധത്തിനാണ് ഇസ്ലാമിൽ ഹർബ് എന്ന് പറയുന്നത്. ഷഹീദാകാൻ ഭാഗ്യമുള്ള ഹർബ് അതാണ്. രാജ്യത്തിന്റെ ബൗണ്ടറിക്ക് വേണ്ടി, ഒരു രാജ്യത്തിന്റെ ഫ്രീഡത്തിന് വേണ്ടി, ഒരു രാജ്യത്തെ കൊളോണിയലിസ്റ്റുകൾ ആക്രമിക്കുമ്പോൾ കൊളോണിയലിസത്തിനെതിരെ ചെയ്യുന്ന യുദ്ധം, ഇതൊക്കെ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണെങ്കിൽ അത് ശുഹദാഇന്റെ പ്രതിഫലം കിട്ടും അതിൽ മരിക്കുന്ന ആളുകൾക്ക്. ഒരുപാട് ആളുകൾ ശുഹദാക്കളുണ്ട് നബി തങ്ങളുടെ ഉമ്മത്തിൽ. പക്ഷേ യുദ്ധത്തിൽ മരിക്കുന്നത് വളരെ കുറച്ചുള്ളൂ. അല്ലാത്ത ശുഹദാക്കളൊക്കെ വിരിപ്പിൽ കിടന്ന് ഒരു തുള്ളി ചോര പോലും ചിന്താതെ മരിക്കുന്ന ശുഹദാ എന്റെ ഉമ്മത്തിൽ ധാരാളമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അവരാരൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന്, അൽ മൗത്ത് ബിത്വാഊൻ. അൽ മൗത്ത് ബിത്വാഊൻ, പകർച്ചവ്യാധി കൊണ്ട് പടർന്നു പിടിക്കുന്ന പ്ലാഗ് പോലെയുള്ള രോഗം കൊണ്ട്. ത്വാഊൻ പ്ലാഗ് മാത്രമല്ല, എനി എപ്പിഡമിക്, പകർച്ചവ്യാധി കൊണ്ട് ഫ്ലൂ, ചിലപ്പോ ആളുകളിലേക്ക് പടർന്നു പിടിച്ച് ഒരുപാട് ആളുകൾ ഒരുമിച്ച് മരിക്കുന്ന വലിയ തരത്തിലുള്ള എപ്പിഡമിക്സ്, പകർച്ചവ്യാധികളായ രോഗങ്ങൾ. ആ രോഗങ്ങളിൽ മരിക്കുന്നത് ഷഹീദാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്വാഊനു ഷഹാദത്തു കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിന്റെയും രക്തസാക്ഷിത്വമാണ് പ്ലാഗ് രോഗമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഊൻ എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധി, പെട്ടെന്ന് ആളുകൾ ഒരുപാട് പെട്ടെന്ന് മരിച്ചു പോകുന്ന, കൂട്ടമായി മരിക്കുന്ന അസുഖം. അതൊക്കെ മരിക്കുന്ന ആളുകൾക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. മുസ്ലിമെങ്കിൽ അള്ളാഹു ഷഹാദത്ത് കൊടുത്ത് ആദരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പകർച്ചവ്യാധികൾ അൽ മൗതു ബിത്വാഊൻ, അത്വാഊനു ഷഹാദത്തു കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിന്റെയും ഷഹാദയാണ്, രക്തസാക്ഷിത്വമാണ് പകർച്ചവ്യാധികളായ പ്ലാഗ് പോലെയുള്ള രോഗങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഷഹീദ് അൽ മൗതു ബിദാഇൽ ബത്നി, മൻ മാത ഫിൽ ബത്നി ഫഹുവ ഷഹീദ്. വയറ്റിൽ അസുഖമുണ്ടായി മരിച്ചാൽ, വയറിന്റെ ഉള്ളിൽ പുണ്ണ്, വയറിലേതെങ്കിലും അസുഖം വന്ന്, മുഴ വന്ന്, ഇങ്ങനെ ശരീരത്തിന്റെ ഉള്ളിലുള്ള അസുഖത്തിന്, പ്രത്യേകിച്ചും വയറ്റിൽ അസുഖം വന്ന് മരിക്കുന്ന ആളുകളും ഷഹീദാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. മൻ മാത ഫിൽ ബത്നി ഫഹുവ ഷഹീദ്. മരിക്കുന്ന സമയത്ത് വയറുവേദനയാണ് ഉണ്ടായിരുന്നത്, ഒരു അസുഖം വന്നത് വയറുവേദനയാണ്. മംഗലാപുരത്തെ കൊണ്ടുപോയി, കുഴപ്പമാണെന്ന് പറഞ്ഞു, വയറ്റിന്റെ ഉള്ളിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ മരിച്ചെങ്കിൽ വയറിൽ വന്ന അസുഖം, വയറ്റിന്റെ ഉള്ളിൽ വന്ന അസുഖം രക്തസാക്ഷിത്വത്തിന്റെ മഹത്വം നേടി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നല്ല അടയാളമാണ്, അത് മരണത്തിന്റെ നല്ല ലക്ഷണമാണ്. അൽ മൗതു ബിൽ ഗർഖി, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതും ഷഹാദത്തിന്റെ കൂലി കിട്ടുമെന്ന് റസൂലുള്ളാഹ്. അത് കുളത്തിൽ മുങ്ങി മരിച്ചാലും, പുഴയിൽ മുങ്ങി മരിച്ചാലും, കടലിൽ മുങ്ങി മരിച്ചാലും, മുസ്ലിമായൊരു മനുഷ്യൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് അയാൾക്ക് രക്തസാക്ഷിത്വമാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഹീദിന്റെ കൂലി കിട്ടും വെള്ളത്തിലാണ് മരിച്ചതെങ്കിൽ. വൽ ഹദ്മി വസ്വാഹിബുൽ ഹദ്മി, എന്തെങ്കിലും തലയിലേക്ക് പൊളിഞ്ഞു വീണ് മരിച്ചാലും ഷഹീദിന്റെ കൂലിയുണ്ട്. തലയിലേക്കൊരു ബിൽഡിംഗ് വീണു, ഒരു മരം വീണു, എന്തെങ്കിലും ഒരു സാധനം തലയിലേക്ക് വീണു, അങ്ങനെ മരിച്ചു പോകുന്നതും ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം,
അശ്ശുഹദാഉ ഖംസ, 5 വിഭാഗം ശുഹദാക്കളാണ്. അൽ മത്ഊൻ വൽ മബ്തൂൻ, ത്വഊൻ പകർച്ചവ്യാധി പിടിപെട്ട് മരിക്കുന്നവനും, വൽ മബ്തൂൻ വയറ്റിൽ അസുഖമുണ്ടായി മരിക്കുന്നവനും, വൽ ഗരീഖു മുങ്ങി മരിക്കുന്നവനും, വസാഹിബുൽ ഹദ്മി എന്തെങ്കിലും തലയിലേക്ക് വീണ് മരിക്കുന്നവനും, വശഹീദു ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ വഴിയിൽ ഷഹീദായി മരിക്കുന്നവരും ശുഹദാക്കൾ തന്നെ. അപ്പോ നമ്മൾ മനസ്സിലാക്കുന്ന പുതിയ 2 ഷഹീദുകൾ, ഒന്ന് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർ, അത് നല്ല ലക്ഷണമാണ്. അങ്ങനെ ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണുണ്ടായതെങ്കിൽ ആ മരണം ഷഹീദിന്റെ മരണമാണ്. എന്തെങ്കിലും ഒരു സാധനം തലയിലേക്ക് വീണ്, ഒരു ബിൽഡിംഗ് പൊളിഞ്ഞു വീണ് മരിക്കുന്നത്, വീടുകൾ ഇടിഞ്ഞു വീണ് മരിക്കുന്നത്, ശുഹദാഇന്റെ കൂലി ലഭിക്കും. ഒരു സുനാമി പോലെയുള്ള ദുരന്തമുണ്ടായാൽ, വീടുകളും കെട്ടിടങ്ങളും ഒന്നാകെ തകരുമ്പോ, ഒരു ഭൂകമ്പമുണ്ടായാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയോ ആയിരക്കണക്കിന് പേർ അതിൽ ഷഹീദുകളാകുന്നുണ്ട്. ശുഹദാഉ ഇൻദല്ലാഹ്, നാളെ അല്ലാഹുവിന്റെ അടുത്തവർ ഷഹീദാണ്. ദുനിയാവിൽ ഷഹീദ്, റിയൽ ഷഹീദും അതുപോലെ തന്നെ ഈ ലോകത്തെ ഷഹീദ്, പരലോകത്തെ ഷഹീദ്. ഷഹീദ് ദുനിയ, ഷഹീദുൽ ആഖിറ, ഇങ്ങനെ 2 വിഭാഗമുണ്ട്. ദുനിയാവിലെ ഷഹീദാണെങ്കിൽ അവർ ഏത് വസ്ത്രത്തിലാണോ അവർ ഷഹീദായത് ആ വസ്ത്രത്തിൽ മറവ് ചെയ്യപ്പെടും. ലാ യുസല്ല, അവർക്ക് മയ്യിത്ത് നിസ്കാരം ഉണ്ടാവില്ലെന്നാണ്. പക്ഷേ മുങ്ങി മരിച്ചാൾക്ക് മയ്യിത്ത് നിസ്കാരമുണ്ട്, കെട്ടിടം വീണ് മരിച്ചാൾക്ക് മയ്യിത്ത് നിസ്കാരമുണ്ട്. യുദ്ധത്തിൽ മരിക്കുന്ന ഷഹീദിനുള്ള ആ പ്രത്യേകതകൾ ഈ ദുനിയാവിലില്ല. പക്ഷെ ആഖിറത്തിൽ ഷഹീദിന്റെ അതേ കൂലിയാണ് ഉണ്ടാവുക. അല്ലാഹു തആല ഇങ്ങനെയൊക്കെ മരിച്ചുപോയ ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ അയൽപക്ക പ്രദേശങ്ങളിൽ, മഹല്ലുകളിലൊക്കെ ഉണ്ട്. അല്ലാഹു അവർക്ക് ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൗതുൽ മർഅതി ഫീ നിഫാസിഹാ ബിസബബി വലദിഹാ, ഒരു പെണ്ണ് കുഞ്ഞിന് ജന്മം കൊടുത്തുകൊണ്ടിരിക്കെ ബ്ലീഡിംഗ് ഉണ്ടായിട്ടോ അല്ലാതെയോ നിഫാസിലായിട്ട് മരിച്ചുപോയാൽ ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി. ബിസബബി വലദിഹാ, പ്രസവിച്ചതിന്റെ ശേഷം കുഞ്ഞുണ്ടായത് കാരണത്താൽ, കുഞ്ഞുണ്ടായതിന്റെ പേരിൽ ഒരു ഉമ്മ പ്രസവ സംബന്ധമായ ബുദ്ധിമുട്ടിലോ കോംപ്ലിക്കേഷനിലോ പെട്ട് മരിച്ചുപോയാൽ, മൗതുൽ മർഅതി ഫീ നിഫാസിഹാ ബിസബബി വലദിഹാ, അത് ഷഹീദിന്റെ കൂലി കിട്ടുന്ന വളരെ പുണ്യമായ മരണമാണ്. നിഫാസിലായി മരിക്കുന്നത്, പ്രസവാനന്തരം മരിച്ചു പോകുന്ന ഉമ്മ, ആ ഉമ്മാക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മർഅതു തമൂതു ബിജംഇൻ ഷഹീദത്തുൻ, പ്രസവ സംബന്ധമായ പ്രയാസത്തിൽ മരിക്കുന്ന പെണ്ണ് ഷഹീദത്താണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം മാലിക് തങ്ങൾ മുവത്തയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൽ മൗതു ബിൽ ഹർഖി, തീ പിടിച്ചു മരിക്കുന്നത്, തീജ്വാലകൾ പടർന്നു പിടിച്ചു മരിക്കുന്നത്, ബിൽഡിങ്ങിനോ മറ്റോ തീ പിടിച്ചു മരിക്കുന്നത് ഷഹീദിന്റെ കൂലി ലഭിക്കും. വദാതുൽ ജംബ്, ദാതുൽ ജംബ്, ശരീരത്തിൽ ആകമാനം നീര് വന്നിട്ട് എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം ബെഡ് റിഡനായി ബെഡിൽ കിടക്കുന്ന അവസ്ഥയിൽ, കൈകാലുകൾ കുഴഞ്ഞുപോയി നിൽക്കുന്ന അവസ്ഥയിൽ മരിക്കുന്നത് എത്രയോ അനുഭവം കാണാനും കേൾക്കാനും പറ്റും. പ്രഷർ കൂടിയിട്ട്, ഷുഗറിന്റെ വേരിയേഷൻ കൊണ്ട്, കൊളസ്ട്രോളിന്റെ പ്രശ്നം കൊണ്ടൊക്കെ ശരീരമാസകലം നിർജീവമായി നീര് വന്ന് തടിച്ച് എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ ശരീരം വണ്ണം വെച്ച് നീര് സംബന്ധമായ പ്രയാസം കൊണ്ട് മരിക്കുന്നതും ഷഹീദാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മൗതു ബിദാഇസ് സല്ലി, ട്യൂബർകുലോസിസ് പിടിച്ചു മരിക്കുന്നത്, TB അസുഖം പിടിച്ചു മരിക്കുന്നത് ഷഹീദാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, അൽ മൗതു ഫീ സബീലിദ് ദിഫാഇ അനിൽ മാൽ, ഒരു മനുഷ്യന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി ആരെങ്കിലും വരുമ്പോ ആ സമ്പത്ത് തടയാൻ വേണ്ടി പ്രതിരോധിച്ചാൽ അങ്ങനെ മരിച്ചു പോകുന്ന ആളും ഷഹീദ് തന്നെ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ തോക്കുധാരികളായ ആളുകൾ വന്നെന്നിരിക്കട്ടെ, സമ്പത്ത് മോഹിച്ചുകൊണ്ട് എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്ന കാലമാണിത്. സമ്പത്തിന് വേണ്ടി ഒരു പാവം മനുഷ്യന്റെ വീട് റമദാനിന്റെ രാവിൽ, നമ്മുടെ തൊട്ടയൽപക്കത്തെ പ്രദേശങ്ങളിൽ ഓർമ്മയില്ലേ, റമദാനിലെ തറാവീഹും ഖിയാമുല്ലയിലും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ മുതലിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി ആർത്തി പിടിച്ച് പാവമായൊരു മനുഷ്യരെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയത്. അദ്ദിഫാഉ അനിൽ മാലി വമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദ്, സ്വന്തം കുടുംബത്തെ, ഭാര്യയെ ആരെങ്കിലും കയറി പിടിക്കാൻ വരുമ്പോ അവനെ തടയാൻ നിൽക്കുമ്പോൾ അതിന്റെ പേരിൽ മരിച്ചുപോയാൽ,
വമൻ ഖുതില ദൂന ദീനിഹി ഫഹുവ ഷഹീദ്. ഒരു മനുഷ്യന്റെ ദീൻ തടയാൻ വരുമ്പോ, ഒരു മനുഷ്യന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോ, ആ സമയത്ത് പ്രതിരോധിച്ചുകൊണ്ടിരിക്കെ മരിച്ചുപോയാൽ അവൻ ഷഹീദാണെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ ഖുതില ദൂന ദമിഹി ഫഹുവ ഷഹീദ്. സ്വന്തം ചോര ചിന്താൻ വേണ്ടി ആരെങ്കിലും വരുമ്പോ, സ്വന്തം തലയെടുക്കാൻ വരുമ്പോ, സ്വന്തത്തെ കൊല്ലാൻ വേണ്ടി വരുമ്പോ പ്രതിരോധിച്ചുകൊണ്ടിരിക്കെ ഒരാൾ മരിച്ചാൽ അയാളും ഷഹീദാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, എന്റെ ഉമ്മത്തിൽ ശുഹദാ ഒരുപാടുണ്ട്. വമൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. സ്വന്തം സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി, തന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വന്ന ആളുമായി മൽപിടുത്തം നടത്തിയോ അല്ലാതെയോ സമ്പത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി മരിച്ചു പോകുന്നവൻ ഷഹീദാണെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽമൗതു അലാ അമലിൻ സാലിഹിൻ. ഇനി അതുമാത്രമല്ല, എത്രയോ നല്ല അടയാളമാണ്, എത്രയോ നല്ല ഒരു യാത്രാമൊഴിയാണ് നന്മ ചെയ്തുകൊണ്ടിരിക്കെ മരിക്കാൻ ഭാഗ്യമുണ്ടാവുന്നത്. അൽമൗതു അലാ അമലിൻ സാലിഹിൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്നഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സുറപ്പിച്ച ഒരാൾ പറഞ്ഞു മരിക്കുകയാണെങ്കിൽ സ്വർഗ്ഗമുറപ്പുണ്ട്. വമൻ ഖാമ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഖുതിമ ലഹു ബിഹി ദഖലൽ ജന്ന. നോമ്പുകാരനായി മരിക്കുകയാണെങ്കിൽ അയാൾക്കും സ്വർഗ്ഗം ഉറപ്പാണ്. വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. അവസാനമായി ചെയ്തത് ഒരു സ്വതക്കയാണ്, അവസാനം ചെയ്തതൊരു ദാനധർമ്മമാണ്. അങ്ങനെ ഒരു ദാനധർമ്മം ചെയ്ത് പിന്നീട് മരിക്കുകയാണുണ്ടായത്. ഒരു സ്വതക്കയാണ് അവസാനം ചെയ്തത്, അല്ലെങ്കിൽ ഒരു നോമ്പുകാരനായിട്ടായിരുന്നു അവസാനമുണ്ടായത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയതായിരുന്നു അവസാനം. ഇങ്ങനെ അവസാനം നന്മകൾ ചെയ്ത് മരിക്കുന്നതെല്ലാം നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഏതെങ്കിലും ഒരു നിലയിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ വുളു ഉണ്ടായിരിക്കെ മരിക്കുന്നത് ഏറ്റവും നല്ല അവസ്ഥയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വളരെ എളുപ്പമാണ്. ഇപ്പൊ എല്ലാ പള്ളികൾക്കും എന്തുണ്ട്, വുളു എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ. എല്ലാ പള്ളി ഒന്ന് വുളു മുറിഞ്ഞു, വേഗം വുളു എടുക്കുക. ബാത്റൂം പോയി ഒന്ന് വുളു എടുക്കുക. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സമിഅതു ഖശ്ഫതൻ, ഞാൻ ചില കാലൊച്ചകൾ കേട്ടു. ആരാണതെന്ന് ചോദിച്ചപ്പോൾ ഫഇദാ ഹുവ ബിലാൽ, അത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവാണ്. മിഅ്റാജിന്റെ രാവിൽ തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭൂമിയിലേക്ക് വന്നപ്പോ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ചോദിച്ചു, ബിലാലേ ബിമ സബഖ്തനീ ഇലൽ ജന്നഹ്. നിങ്ങൾ എന്റെ മുമ്പേ സ്വർഗത്തിലെത്തിയല്ലോ ബിലാൽ, എന്തേ നിങ്ങൾ അങ്ങനെ എത്താൻ കാരണം? എന്റെ മുമ്പേ നിങ്ങൾ സ്വർഗത്തിൽ. അതിനർത്ഥം നബി തങ്ങളാണല്ലോ ആദ്യം സ്വർഗത്തിൽ കിടക്ക, പിന്നെ ബിലാൽ തങ്ങളായിപ്പോയോ എന്ന് സംശയം വന്നേക്കാം. അത് ദുഖൂലു തക്രീമിൻ എന്ന് പറഞ്ഞുകൂടാ. അത് നബി തങ്ങളുടെ പ്രവേശനമാണ്, ആദരവിന്റെ ആദ്യത്തെ പ്രവേശനം. പക്ഷേ ദുഖൂലു ഖിദ്മ, സ്വർഗത്തിൽ നബി തങ്ങൾക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്തു വെക്കാൻ ആദ്യം ചൊല്ലുന്നുണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ആദ്യം നേതാവ് വരുന്നതിന്റെ മുമ്പ് ആ കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കാൻ ആദ്യം കടന്നു ചെല്ലുന്നു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ചോദിച്ചു, ബിലാൽ നിങ്ങളെ ഞാൻ അവിടെ കണ്ടുവല്ലോ മിഅ്റാജിൽ, എന്തേ നിങ്ങൾ അങ്ങനെ എനിക്ക് മുമ്പേ സ്വർഗത്തിലെത്താൻ കാരണം? യാ റസൂലല്ലാഹ്, നബിയേ ഇദാ അഹ്ദസ്തു, എന്റെ വുളു മുറിഞ്ഞാൽ, ഞാൻ എപ്പോഴും വുളു മുറിഞ്ഞാൽ അതവല്ലാഹ്, ഞാൻ എപ്പോഴും വുളു മുറിഞ്ഞാൽ എന്ത് ചെയ്യും? വുളു എടുക്കും. വുളു മുറിഞ്ഞാൽ വുളു എടുക്കും. ഞാൻ വുളു എടുത്തു കഴിഞ്ഞാലോ ഞാൻ ചിന്തിക്കും, മിന്നലില്ലാഹി അലയ്യ കദാ വകദാ റക്അ. വുളു എടുത്താൽ പിന്നെ കുറച്ച് റക്അത്ത് നിസ്കരിക്കണമല്ലോ, അപ്പൊ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും. വുളു മുറിഞ്ഞാൽ ഉടനെ ഞാൻ വുളു എടുക്കും. വുളു എടുത്തു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ 2 റക്അത്ത് നിസ്കരിക്കും. ഇത് ഞാൻ പതിവാക്കാറുണ്ട് നബിയേ. ഹുവദാക്, അതുതന്നെ കാരണം നിങ്ങൾ സ്വർഗത്തിലെത്താനെന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുക ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. വാഹനം, ഇന്നൊക്കെ നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ്. ബൈക്കായിട്ടും സൈക്കിളായിട്ടും ഓട്ടോറിക്ഷയായിട്ടും ലോറിയായിട്ടും ബസ്സായിട്ടും കാറായിട്ടും എപ്പോഴും വുളു ഉണ്ടായിരിക്കുക. നമ്മുടെ റോട്ടിലൂടെയാണ് ഈ പോണത്. എന്താണ് ഈ റോഡ് എന്നൊക്കെ നമുക്കറിയാലോ. എങ്ങനെയാ മനുഷ്യന്മാർ വാഹനം ഓടിക്കുന്നത്? എപ്പോഴും മരണത്തിന്റെ ഇഞ്ചോടിഞ്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മുടെ ജീവിതം.
വുളു ഉണ്ടായിരിക്കും. എങ്ങാനും റോഡിൽ ആക്സിഡന്റ് ആയിട്ട് മരിക്കാൻ വുളുവിന്റെ അവസ്ഥയിൽ മരിക്കാൻ പറ്റിയേക്കും. ഹോസ്പിറ്റലിലേക്ക് കുട്ടികളെടുത്ത് ഓടുകയാണ്, ഓട്ടോറിക്ഷയിൽ പോവാണ്, വേഗം വുളു എടുക്കും ഉമ്മ നീ വുളു എടുത്തിട്ട് പോ, അല്ലെങ്കിൽ പെങ്ങളെ നീ വുളു എടുത്തിട്ട് പോ, അല്ലെങ്കിൽ കൂട്ടുകാരനോട് ജ്യേഷ്ഠനോട് അനിയനോട് ഓർമ്മിപ്പിച്ചു കൊടുക്കുക, വുളു കൊടുക്കുക. വുളു മുറിഞ്ഞോ ഉടനെ വുളു എടുക്കുക. എപ്പോഴാണ് എങ്ങനെയാണ് മരിക്കാന്ന് അറിയില്ലല്ലോ. കിടന്നുറങ്ങാൻ പോകും എന്ത് ചെയ്യാ? വുളു എടുക്കുക. ഇദാ തൈത മൽജഅക ഫതവല്ല വുളുഅക ലിസ്സലാ. കിടന്നുറങ്ങാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുമ്പോൾ നിസ്കരിക്കാൻ വുളു എടുക്കുന്ന പോലെ വുളു എടുക്കണമെന്ന് റസൂലുള്ളാഹി. ഉറങ്ങാൻ നിൽക്കാണ്, നിസ്കരിക്കാൻ പോകും എങ്ങനെ വുളു എടുക്കുക? അങ്ങനെ വൃത്തിയായിട്ട് വുളു എടുത്തിട്ട് റൂമിലേക്ക് ചെല്ലുക. അപ്പൊ നമ്മൾ ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ഭാര്യനെ തൊട്ടാ വുളു മുറിയലോ? മുറിഞ്ഞോട്ടെ. ഉറങ്ങിയ വുളു മുറിയില്ലേ? അതിന് പ്രയാസമില്ല. കിടക്കാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് എത്തുമ്പോൾ നിനക്ക് വുളു ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ വിഷയം. വുളുവിന്റെ അവസ്ഥയിലാണ് റൂമിലേക്ക് ചെല്ലേണ്ടത്. കിടന്നുറങ്ങാൻ വേണ്ടി ഒരുങ്ങി ചെല്ലുമ്പോൾ വുളുവിന്റെ അവസ്ഥയിൽ ചെല്ലണം. അത് തിരുനബിയുടെ സുന്നത്താണ്. ഇദാ അതൈത മൽജഅക ഫതവല്ല വുളുഅക ലിസ്സലാ. അങ്ങനെ വുളുവിന്റെ അവസ്ഥയിൽ കിടന്നാൽ പൈശാചികമായ സ്വപ്നങ്ങൾ ഉണ്ടാവില്ല, മോശപ്പെട്ട പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളില്ല. പിന്നെ മരിക്കുകയാണെങ്കിൽ പോലും മാലാഖമാർ വുളു ചെയ്ത അവസ്ഥയിലാണ് മനുഷ്യനെ സ്വീകരിക്കുന്നത്. എന്തോരു സൗഭാഗ്യമാണ്. അതൊക്കെ നല്ല മരണത്തിന് കാരണങ്ങളാണ്. ഹുസ്നുൽ ഖാതിമത്ത് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നല്ല മരണം തരട്ടെ. ആമീൻ യാ റബ്ബൽ. എത്രയോ ഷഹീദുമാർ, ഇപ്പറഞ്ഞ ഷഹീദുകളിൽ ഏതെങ്കിലും ഒന്നിൽ പെടാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവണം. അല്ലാഹു നമുക്കത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എത്രയെല്ലാം ഷഹീദുകളാണ്. അൽ മബ്തൂൻ, ഉലമാ പറയാ ശരീരത്തിന്റെ ഉള്ളിൽ എന്ത് അസുഖം വന്ന് മരിക്കുന്നുണ്ടോ ഷഹീദാണെന്നാണ്. ശരീരത്തിന്റെ ഉള്ളിൽ, മബ്തൂൻ വയറിന്റെ മാത്രമല്ലെന്നാണ്. ശരീരത്തിന്റെ ഉള്ളിലുള്ള ക്യാൻസർ വന്നു, ബ്രെയിൻ ട്യൂമർ വന്നു, ഷഹീദിന്റെ കൂലി കിട്ടും. നമ്മൾ വിചാരിക്കും അതൊക്കെ അള്ളാഹു ദുന്യാവിൽ തന്നെ നരകം കൊടുത്തു. അങ്ങനെയൊന്നും പറയരുത്. അള്ളാഹു സ്വർഗം കൊടുക്കാൻ, ഷഹീദിന്റെ കൂലി കൊടുക്കാൻ കൊടുത്ത അസുഖമായിരിക്കും. നമുക്കറിയില്ലല്ലോ, അതിനൊക്കെ കൂലിയുണ്ട്. അതൊക്കെ ഷഹീദിന്റെ